ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇതാണ് കേട്ടോ എൻ്റെ വൈറലായിട്ടുള്ള ചിക്കൻ മന്തി. വൈറൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഇടയിൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം 3 കഷ്ണം പട്ട, പിന്നെ 3-4 ഗ്രാമ്പു, ഒരു 4 ഏലക്ക, പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം. അതൊന്ന് കുത്തിയതിന് ശേഷം നമുക്ക് മാഗി ക്യൂബ് ഇട്ടിട്ട് അതിൽ കണ്ടിടാം. അപ്പോൾ മാഗി ക്യൂബും ഈ ഇടിമുട്ടിയിലാണ്ട് ഇട്ടിട്ട് ഇടിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ട് പെടുത്തതാണ്. അതൊന്ന് ഇടിച്ച് പരുവത്തിലാക്കിയതിന് ശേഷം പൊടിയായിട്ട് നമുക്കതുകൊണ്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ചിക്കൻ ഇവിടെ കഴുകി വാര വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് മന്തി അരിയാണ്. അപ്പോൾ ഞാനിത് ലൂസായിട്ടാണ് കേട്ടോ വാങ്ങാറുള്ളത്, പാക്കറ്റല്ല. 4 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം തന്നെ വാഷ് ചെയ്തിട്ട് നന്നായി കുതിരാൻ വെക്കാം, ഒരു അരമണിക്കൂറെങ്കിലും അതവിടെ കുതിരട്ടെ. അപ്പോൾ ഇതിന് നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമുക്ക് ചോറിന് വേണ്ടത്. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണ് ആദ്യം സൺഫ്ലവർ ഓയിലിൽ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ പാടായിരിക്കേണ്ട തട്ടിയതിന് ശേഷം നന്നായിട്ടോ എല്ലാം കൂടി ഒപ്പം വഴറ്റണം. വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 മാഗി ക്യൂബ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മാഗി ക്യൂബ് കുത്തി ഇതാക്കണമൊന്നുമില്ല കേട്ടോ. നേരിട്ടിട്ട് നമുക്ക് അതിൽ കണ്ട് ഇട്ട് കൊടുക്കുക. ആ ചൂടിൽ അത് അങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. പിന്നെ വേണ്ടത് 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള ഒരു അളവിൽ നമുക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനതോട്ട് തിളക്കാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സൗകര്യത്തിന്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഒരു വലിയ മറ്റേ ബിരിയാണി പോട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ദമ്മിടേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലാദ്യം ചിക്കൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത് അവിടെ ഫുള്ള് ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വാരാൻ വെച്ചിട്ടുള്ള അരി ഞാൻ ഇതിലേക്ക് അരി എടുത്തിട്ട് ഞാനത് അതിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 5 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചിക്കൻ ഇതവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ വേണ്ടത്. ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോറ് തിളച്ച സമയത്ത് നമ്മൾ സിമ്മിലിട്ടിട്ടാട്ടോ, ഞാനത് പറയാൻ വിട്ടതാണ്. തിളച്ച് കഴിഞ്ഞാൽ നല്ല സിമ്മിലിടണം. പിന്നെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല വെന്ത് വറ്റി വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ ചോറ് അതിലേക്ക് ഫുള്ളായിട്ടുണ്ട് കൂട്ടി കൊടുക്കുന്നതിന് നല്ല ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് പച്ചമുളക് കുത്തി വെക്കുക കേട്ടോ. ഇവിടെ പച്ചമുളക് ഇല്ലാത്ത കാരണം ഞാൻ 3-4 വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം കൂടി വേവണ സമയത്ത് അതിൽ ഞെരടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നല്ല ഫ്ലെയിം കമ്മിയാക്കി കൊടുത്തിട്ട് അരമണിക്കൂർ അങ്ങനെ വെക്കുക. എന്നിട്ട് ഓഫാക്കുക. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. തുറന്ന് നമ്മളതങ്ങനെ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളെ, ആ മണോ ടേസ്റ്റും പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല. പിന്നെ ആകെ ഉള്ളത് മനസ്സിൽ ഇതൊന്ന് എങ്ങനെയെങ്കിലും അകത്താക്കണം എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു മന്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കുള്ളൂ, പുറത്ത് പോയി കഴിക്കില്ല. ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഞാൻ എന്തായാലും കഴിക്കാൻ കൊതിയായിട്ടാണ് നിൽക്കുന്നത്. വേഗം ഞാനിത് സാപ്പിടട്ടെ കേട്ടോ. കുറച്ച് മയോണൈസ്, അതുപോലെ കുറച്ച് അതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പുതിന ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല, പുതിന ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുതിന ചമ്മന്തി ഇല്ല. അപ്പോൾ എല്ലാം പാടെ കൂട്ടി കുഴച്ച് തിന്ന്. അപ്പോൾ ഇതിന് കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബായ്.